നാട് മുഴുവൻ മഞ്ഞപ്പിത്ത ഭീതിയിലാണ്. എത്രയോ ആളുകൾ ചികിത്സയിലാണ്, എത്രയോ പേർ വെന്റിലേറ്ററിലാണ്. പക്ഷേ ഇതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ആരുമില്ല ഏറ്റെടുക്കാൻ. വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത ബാധയിൽ ഉത്തരവാദികളല്ല എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട്. അതേസമയം വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത വെള്ളം മലിനമായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. രോഗബാധിതരെ സഹായിക്കാൻ ഇപ്പോൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്താൻ സർവകക്ഷി യോഗം തീരുമാനിച്ചു. വേങ്ങൂർ പഞ്ചായത്തിൽ പടർന്നു പിടിച്ച മഞ്ഞപ്പിത്ത ബാധ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇന്ന് മാത്രം 9 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി ആകെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 189 ഇതിൽ 43 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ 3 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ഒരാൾ വെന്റിലേറ്ററിലാണെന്നുള്ളതാണ് പഞ്ചായത്ത് അറിയിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നത് ചർച്ച ചെയ്യാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് സർവകക്ഷി യോഗം ചേർന്നു. ചികിത്സയിൽ കഴിയുന്നവർക്കുൾപ്പെടെ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ധനസമാഹരണം നടത്തുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായിട്ടുള്ള ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാന ആവശ്യമായിട്ട് ഉയർന്നത് ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം വേണം. ആരാണ് കുറ്റക്കാർ എന്ന് കണ്ടെത്തണം എന്നുള്ളതാണ്. ഇക്കാര്യം സ്ഥലം MP കൂടിയായ ബെന്നി ബെഹനാൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ശുദ്ധജല വിതരണം നടത്തുന്നതിൽ തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ക്ലോറിനൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കും. ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ വാട്ടർ അതോറിറ്റി ജലമെടുക്കുന്ന സ്രോതസ്സിലെ വെള്ളം മലിനമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വെള്ളം കുടിച്ചതാണ് മഞ്ഞപ്പിത്തം ബാധിക്കാൻ കാരണമെന്നുള്ളതാണ് അവരുടെ കണ്ടെത്തൽ. തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ച ആളുകൾക്ക് അസുഖം വന്നിട്ടില്ല, കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചവർക്കും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വിവാദമല്ല. അതിനപ്പുറം അതിൽ കണ്ടാമിനേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തലെ പാടെ തള്ളിക്കളയുകയാണ് വാട്ടർ അതോറിറ്റി. അവർ പോണ്ടിൽ നിന്ന് മാത്രമേ സാമ്പിൾ എടുത്തിട്ടുള്ളായിരുന്നു. പോണ്ടിലല്ല നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുക, നമ്മൾ പമ്പ് ചെയ്യുന്ന വെള്ളിലാണ് ക്ലോറിനേറ്റ് ചെയ്യുക. ഇനിയും ആഴ്ചകൾ ഇതിനുവേണ്ടിയുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് മഞ്ഞപ്പിത്തം പടരുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനിടയിൽ ആരാണ് ഇതിന് കുറ്റക്കാർ എന്നുള്ളതും കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തിയില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് വേങ്ങൂരിലെ പാഠം പറയുന്നത്. ജോയ്സിയാറിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.